ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ഗെയിമർ എക്സ്പ്ലോയ്സ്. ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ മൈൻക്രാഫ്റ്റ് കളിക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ ഞാൻ കുറച്ച് നേരമായി വേർഡിലോട്ട് വന്നിട്ട് ആണ് ഒരു സ്റ്റാക്ക് കോബിൾ സ്റ്റോണും 3 എക്സ്ട്രായും കിട്ടി. ഇത് ഡഗ് ചെയ്ത് എടുത്തപ്പം പിന്നെ ആ ഇപ്പുറത്തെ സൈഡിൽ ഒരു ഫോറസ്റ്റ്, അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ഒരു സ്റ്റാക്ക് ഓക്ക് വുഡും പിന്നെ 5 എക്സ്ട്രാ പീസും വന്ന് 5 എക്സ്ട്രാ പീസും വന്നല്ലേ ബണ്ടിലുണ്ടാക്കാൻ എനിക്കിതും സ്ട്രിങ്ങും വേണം. എന്നിട്ട് സ്ട്രിങ് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. So guys, we cannot make സ്ട്രിങ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. പക്ഷെ ലെതർ ഉണ്ടാക്കാം. ഒരു പശുണ്ട്. ചേട്ടാ ഓക്കെ ഗൈസ്, നമുക്ക് ലെതർ കിട്ടി ബണ്ടിലുണ്ടാക്കാൻ. പക്ഷേ ഇനി നമുക്ക് സ്ട്രിങ് വേണം. അത് സ്പൈഡർ സ്റ്റോൺ ആയാലേ പറ്റൂ. അപ്പോഴേക്കും ഇപ്പോൾ സൂര്യൻ അസ്തമിക്കാറായി. എനിക്ക് ഇച്ചിയും കൂടി വുഡ് എടുക്കണമെന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ബെഡും കൂടി എടുക്കും. പിന്നെ ഇത് രണ്ട് ഇവിടെ ഇരിക്കട്ടെ. ബാ, ബെഡ് കയ്യിലുണ്ടല്ലോ ഗൈസ്, നോക്കട്ടെ. ഓക്കെ, ബെഡ് കയ്യിലുണ്ട്. ബെഡ് എടുത്ത് തന്നെ അതിനാന്ന് വെച്ചാൽ നമുക്ക് ഇനി അവിടെ നിന്ന് അരം വെട്ടാൻ നേരം രാത്രിയാകുവാണ്. ഇത് പ്ലേസ് ഡൗൺ ചെയ്ത് കിടക്കാം. ഇനി തിരിച്ച് വന്ന് മോബ്സിൻ്റെ കയ്യിൽ നിന്ന് ചാകാതിരിക്കാനാണ് ഞാൻ ബുദ്ധിപൂർവ്വം ബെഡ് എടുത്തുകൊണ്ട് വന്നത്. ഇന്ന് എപ്പിസോഡ് 1 ആണ്. എന്താ ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ, എപ്പിസോഡ് 1 സീസൺ 1 ആണ്. ഞാൻ ഇനി ഇവിടെ നിന്ന് സീസൺ 1 ഞാൻ ചാകുവാണ്. സീസൺ 2 ഉണ്ടാക്കുന്നതായിരിക്കും. ഞാൻ മാക്സിമം 4 ദിവസമാണ് ഹാർഡ് കോർ മൈൻക്രാഫ്റ്റിൽ സർവൈവ് ചെയ്തിട്ടുള്ളത്, ഏറ്റവും മോസ്റ്റ്. അപ്പോൾ ഇവിടെ 100 ആക്കണമെന്നാണ്. കൊള്ളാവില്ല. ഡബിൾ ട്രീ ഇത് മൈൻ ചെയ്യുവാണ്, കുറേ കിട്ടും വുഡ് മൈനിങ്. ഇതൊരു വലിയ ട്രീ ആണല്ലേ ഗൈസ്. അവിടെ ഇതിരിക്കുന്നു കുറേ ഉണ്ട്. എനിക്ക് ഈ വലിയ മരമൊന്നും അത്ര മൈൻ ചെയ്യുന്ന ഇഷ്ടമായി. കുഞ്ഞതാണ്. ഇവിടെ സാപ്ലിങ്സ് ഉണ്ട് ഗൈസ്. ഒരു ആപ്പിള് ഗൈസ്. അപ്പോൾ നമുക്കൊരു ഹെൽത്തി ഫുഡ് ഐറ്റം കിട്ടി. നമ്മുടെ ആപ്പിളാണ്. ഞാൻ ഇവിടെ ഇത് വെച്ച് നമുക്ക് ഹാഫ് സ്റ്റാക്ക് ആക്കണം ഓക്ക് വുഡ്. പിന്നെ അത് കഴിഞ്ഞാൽ എനിക്ക് ഈ വുഡൻ പിക്കാക്സ് കോബിൾ സ്റ്റോൺ പിക്കാക്സ് ഇട്ട് 2 stacks ഓഫ് കോബിൾ സ്റ്റോൺ സ്മെൽറ്റ് ചെയ്യണം. പക്ഷേ കോബിൾ സ്റ്റോൺ സ്മെൽറ്റ് ചെയ്യാൻ ഉള്ള വുഡും വേണം. ഇപ്പോൾ ഹാഫ് സ്റ്റാക്ക് വേണമെന്ന് അറിഞ്ഞുകൂടാ. ഇപ്പം നമ്മൾ ഹാഫ് സ്റ്റാക്ക് ഓഫ് വുഡ് എത്താറായി. ഓക്കെ ഗൈസ്, നമ്മൾ ഹാഫ് സ്റ്റാക്ക് വുഡായി. ഇനി അടുത്ത ഒരു 32 വുഡും കൂടി രാത്രിയാകുന്നതിന് മുന്നേ നമുക്കിത് കിട്ടുവാണ്. അടുത്ത ദിവസം തന്നെ വീടിൻ്റെ പണി ചെയ്യാം. അടുത്ത ദിവസം ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞൂടെ. നമ്മളെ കോബിൾ സ്റ്റോൺ വേണമല്ലോ. അതേ ഗൈസ്, ഇവിടെ വീണ് കിടക്കുന്ന മരം. ഞാൻ ബെഡ് റോക്കിലാണ് കളിക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഇതൊക്കെ വരുന്നത്. ജാവയിലാണ് എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ കളിച്ചിട്ടില്ല ജാവയിലും ഇങ്ങനെ മരങ്ങളൊക്കെ താര വീണിട്ടുണ്ട് എന്ന് പറയണേ ഗൈസ്. ജാവയിൽ കളിക്കുന്ന ആൾക്കാർ ഇത് കുറേ നേരമായി ഗൈസ്. നിങ്ങൾ ഓഫ് ക്യാമറ ഗ്രൈൻഡിങ് ആയിരുന്നു ഗൈസ്. ഒരു പണി വാളി നമ്മളുടെ ഇത് പൊട്ടി. കൃത്യം ഇതുണ്ട്. ഒരു അനദർ ആക്സ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഉറങ്ങാം. സന്ധ്യയായി ഗൈസ്, ഉറങ്ങാൻ പറ്റുന്നില്ല. സൂര്യൻ ഒന്ന് അസ്തമിക്കട്ടെ. അതൊരു ബേബിക്കാവുകയാണ്, അഡൾട്ടാണ് തോന്നുന്നു. ഉറങ്ങാം. ഓക്കെ ഗൈസ്, സ്ലീപ്പിംഗ് ത്രൂ ദ നൈറ്റ്. ഓക്കെ ഗൈസ്, നമ്മളങ്ങ് ഉറങ്ങി എണീറ്റിട്ടുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇപ്പോൾ ഡേ 3 ആണെന്ന് തോന്നുന്നത്. യെസ് ഗൈസ്, ഞാൻ അപ്പോൾ ഈ വേൾഡിലോട്ട് വന്നിട്ട്
ഡേ 3. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞില്ലേ, ഇത് ഞാൻ 4 ദിവസം വരെ ഉള്ളൂ ഏറ്റവും കുറേ നിന്നിട്ടുള്ളതെന്ന്. ഇതിൽ 4ാമത്തെ ദിവസമായപ്പോൾ എങ്ങനെ ചത്തേന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കില്ല. കാരണം സോംബീൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയാണ് അടി മേടിച്ചാണ് ഞാൻ ചത്തത്. ഞാൻ ഒരു മണ്ടത്തരം കാണിച്ച് രാത്രി കടക്കുന്നതിന് പകരം ഞാൻ നേരെ എൻ്റെ കയ്യിൽ നല്ല സോഡൊക്കെ ഉണ്ടെന്നും വിചാരിച്ച് ഞാൻ സോംബീനെ കൊല്ലാൻ വേണ്ടി പോയതാണ്. നോക്കുമ്പോഴത്തെ ഹെൽമെറ്റ് ഇട്ട സോംബിയും വേറെ ഏതോ സോംബിയും വന്നിരുന്നു. അങ്ങനെ ഞാൻ ആ വേൾഡിൽ നിന്ന് പോയി. ഇപ്പം നമുക്കൊരു സ്റ്റോൺ ആക്സ് ഉണ്ടാക്കാം. സ്റ്റോൺ ആക്സ് 5 എണ്ണം വേണ്ട, 1 എണ്ണം മതി. ഒരു പുതിയ സ്റ്റോൺ ആക്സ് കിട്ടിയിട്ടുണ്ട്. എൻ്റെ 2ാമത്തെ സ്റ്റോൺ ആക്സാണ് ഗൈസ്. നമ്മളിത് 48 വുഡായി. ഇനി എത്ര വുഡ് വേണ്ടേ? ഇനി കുറേ വുഡും കൂടി വേണമെന്നൊക്കെ. ഈ വുഡൻ ടൂൾസി ഈ സ്റ്റോൺ ടൂൾസിൽ നിന്ന് മാറി എത്രയും പെട്ടെന്ന് ഒരു അയൺ സോഴ്സ് കിട്ടണം. എങ്ങനെയും അപ്പോൾ അയൺ കിട്ടിയാൽ നമുക്കൊരു ഷീൽഡ് ഉണ്ടാക്കാം. ഷീൽഡ് ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് സ്കെലറ്റിൻ്റെ കയ്യിൽ നിന്ന് ഗൈസ് അവിടെ ആപ്പിൾ എടുക്കണം. മോച്ചാപ്പിൾ ഉണ്ടാക്കണമെങ്കിൽ ആപ്പിൾ കിട്ടി ഗൈസ്. അങ്ങനെ ബാക്കി മരം അങ്ങോട്ട് കട്ട് ചെയ്യാം. ഗൈസ് അപ്പം നമ്മൾ ഇത് 50 കംപ്ലീറ്റ് ആയി. അപ്പം 54, 55, 56, 57 അങ്ങനെയായി. ഗൈസ് അപ്പം നമ്മൾ 59ആയി. ഒരു ഉണ്ടോ ഗൈസ്? ഈ ഒരു മരം കൂടി വെട്ടാം. ഗൈസ് അപ്പം നമ്മുടെ മിഷൻ അക്കോംപ്ലിഷ് ആയിട്ടുണ്ട് ഗൈസ്. ഒരു ആപ്പിൾ ഇതേ ഗൈസ്, വീണ്ടും ഒരു ആപ്പിൾ. ഗൈസ് ഇത്രയൊക്കെ ചെയ്തിട്ട് നമുക്ക് ആപ്പിളൊക്കെ കിട്ടി. 4 ആപ്പിൾ കിട്ടി ഗൈസ്. നല്ല നമുക്കിനി 32 ബ്ലോക്സ് സ്ട്രിപ്പ് ചെയ്യണം. കഴിഞ്ഞ് ബാക്കി 32 ബ്ലോക്സ് ആണ് നമുക്ക് പ്ലാൻസ് ആക്കണം. അപ്പോൾ ഞാൻ അത് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11. ഓക്കെ ഗൈസ് 12ആയി. നമുക്കിനി 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. ഏകദേശം 32ആയി. അപ്പോൾ ഇത് 32 ലോക്സായി. നമുക്ക് ഇത്ര സ്കിപ്പ് ചെയ്യാം. സത്യം പറഞ്ഞാൽ 32 ഇതൊന്നും വേണ്ട. ഇനി നമുക്ക് ഫ്യൂച്ചർ ബിൽഡിന് വല്ലതും വേണമെങ്കിൽ മാത്രമാണ് ഞാൻ ഹാഫ് സ്ക്രിപ്റ്റഡ് വുഡും ഹാഫ് പ്ലാൻസ് വെക്കുന്നത്. അല്ലെങ്കിൽ ചുമ്മാ ഇത് ഇങ്ങോട്ട് പ്ലാൻസ് ആക്കിയാൽ മതിയായിരുന്നു. ഇനി നമുക്കിതെല്ലാം മെയിൻ ചെയ്യാം. സ്ക്രിപ്റ്റ് ഓക്ക് വുഡ് കിട്ടി ഗൈസ്. പിന്നെ സ്പ്രൂസ് വുഡ് കിട്ടുകഴിഞ്ഞാൽ അതും ഒരു നല്ല ടച്ച് ആയിരുന്നു. കാരണം നമ്മുടെ റൂഫ് പണിയുന്നതിന് ഞാൻ കോബിൾ സ്റ്റോണാണ് ഉപയോഗിക്കുന്നത്. അപ്പം ആർച്ച് എന്തുവായിരുന്നു പറയുന്നത്, നമ്മൾ മൈൻക്രാഫ്റ്റിൽ വീട് വെക്കാൻ നേരം ഈ റൂഫ് പണിയാൻ നേരം നടുക്കോട്ട് ഒരു ബീം വെക്കത്തില്ല. ആ ബീമിന് സ്പ്രൂസ് വുഡ് ഉപയോഗിക്കുവാണെങ്കിൽ അത് നല്ലതാണ്. ഒരു ടച്ചപ്പ് കിട്ടിയിരുന്നു. ഇപ്പോൾ നമ്മൾ പ്ലെയിൻസിലായതുകൊണ്ട് എനിക്ക് സ്പ്രൂസ് ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഇതുവരെയായിട്ട് ഞാൻ വില്ലേജിൽ പോലും എത്തിയിട്ടില്ല. വില്ലേജ് എത്തുവാണെങ്കിൽ അയങ്കോളം കിട്ടിയാണ്. അപ്പോൾ എനിക്ക് അയം കിട്ടിയാണ്. ഹാഫ് സ്റ്റാക്കല്ലേ ഇത്, നോക്കട്ടെ. ഇതെല്ലാം കളക്ട് ചെയ്തിട്ട് വേണം അറിയാൻ. അതെ 32. ഈ ബാക്കി വന്ന 32 എന്തുവാ ഇത്ര ഇല്ല. നമുക്കങ്ങ് ഫുള്ള് ഇതാക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ വിചാരിച്ച പോലെയല്ല ഗൈസ്. 2 സ്റ്റാക്കും 2.25 അല്ല 1.5
ഇതെന്ത്? ഓ സോറി ഗൈസ്, ഞാൻ മറ്റേ ക്രാഫ്റ്റിംഗ് ടേബിളിൻ്റെ ഇത് ചെയ്ത നേരം ഞാൻ അവിടെ ഇതുണ്ടാക്കാൻ വേണ്ടി ഞാൻ ആക്സിൻ അടിച്ചു കൊടുത്തു. അപ്പോൾ അതിന് വന്നു. അപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട സംഭവങ്ങളെല്ലാം റെഡിയായി. നമുക്ക് വീട്ടിൽ ചെന്നിട്ട് എന്തുവാ ഒരു സ്റ്റാക്ക് കോബിൾ സ്റ്റോണും കൂടി വേണം. പക്ഷെ വീട് അതേ ഇരിക്കുന്നു. ഇതിൻ്റെ കോർഡിനൻസും പിന്നെ ഡേയ്സും വെക്കണമായിരുന്നു. ആകുമ്പോൾ നമുക്കറിയാം നമ്മുടെ വീട് വിടാമെന്ന്. പിന്നെ ഗൈസ് നമ്മളിത് 2 XP ലെവലായി. അതൊരു ഹ്യൂജ് അപ്ഗ്രേഡായി. ഈ ഡോറൊക്കെ എടുത്ത് മാറ്റണം ഓക്കെ ഗൈസ്, നമ്മുടെ മൈനിങ് ബിഗിൻസ്. അതിന് മുന്നേ എന്ത് ചെയ്യും, എൻ്റെ ബെഡ് വെക്കട്ടെ. ഇനി ഞാൻ വല്ലതും ചാകുവാണ്. ചാത്താലും പിന്നെ കുഴപ്പമില്ല. എന്താ ഞാൻ ഇനി റീസ്പോൺ ആകത്തില്ല. പിന്നെ ഹാർഡ് കോർ ആയതുകൊണ്ട് 1 ചാൻസ് ഓൺലി. അപ്പം നമ്മളുടെ ഇത് തുടങ്ങി. നമുക്ക് 32 ആകുമ്പോൾ കാണാം ഗൈസ്. സോ ഗൈസ് നമ്മളങ്ങനെ 32 കോബിൾ സ്റ്റോൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഇനിയും ചെയ്തുകൊണ്ടിരിക്കുക മൈനിങ്. അയ്യോ ഗൈസ്, ഇനി നമുക്ക് വേറെ സ്ഥലത്തോട്ട് മൈൻ ചെയ്യാം. ഭയങ്കര ഇട്ടിട്ട് ഒരു മണ്ണാങ്കട്ടയും കാണുന്നില്ല. ഇതുവരെയും പോകുമോ? 46. പിന്നെ ഞാൻ വീട് പണിയുന്ന ഒരു സ്ഥലം, നല്ലൊരു ഫ്ലാറ്റ് ഗ്രൗണ്ട് ഏരിയ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി അത് ഫ്ലാറ്റ് അല്ല, നമുക്ക് വേണേൽ ടെറാഫോം ചെയ്യാം. അത് കുറേ സമയം എടുക്കും. ഓക്കെ ഗൈസ്, ഞാൻ ഇപ്പം വേണ്ടപ്പെട്ട റീസോഴ്സസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇനി അടുത്ത ദിവസമായിരിക്കും ഈ വീട് പണിയാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഞാൻ കുറച്ച് നാൾ വീഡിയോ ഒന്നും ഇട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ അതെ ഗൈസ്, നിങ്ങൾ ആ പുഴ കഴിഞ്ഞ് ആ ഒരു സ്ഥലം കാണുന്നുണ്ട്, ആ കുഞ്ഞു ട്രീസിൻ്റെ ഒപ്പം ആ ഫ്ലാഗ് ഗ്രൗണ്ട്, അവിടെ ആയിരിക്കും നമ്മളെ വീട് പണിയാണ്. പിന്നെ ആ കുന്നുമടുത്ത് സംഭവിച്ചൊരു ടെറാഫോം ചെയ്യണം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ അടുത്ത ദിവസം കാണാം. ബൈ ഗൈസ്.